സംസ്ഥാനത്തെ നട്ടം തിരിക്കുന്ന വേനൽ ചൂട് മെയ് പകുതി വരെ തുടരുമെന്ന് നിഗമനം. ഉഷ്ണതരംഗത്തിന് ശമനം ലഭിക്കുക ജൂൺ ആദ്യവാരം. കാലവർഷം എത്തിയാൽ മാത്രം. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. കുതിക്കുന്ന വൈദ്യുതി ഉപഭോഗവും പ്രതിസന്ധി. കൊടുംചൂടിൽ വലഞ്ഞ് കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. താപനില ഉയർന്നതോടെ തീരക്കടലിലേക്ക് മീനുകൾ എത്താത്തത് പ്രതിസന്ധി. മത്സ്യബന്ധന ബോട്ടുകൾ കരയിലേക്ക് തിരിച്ചെത്തുന്നത് കാലിയായി. വില കൂടുതലും മത്സ്യത്തിന്റെ വിലക്കുറവും എല്ലാം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലോട്ടാണ് വരുന്നത്. ഈ തൊഴിലാളിക്ക് വല്ലതും 10, 200, 300 രൂപ കിട്ടും. ബാക്കി മണ്ണെണ്ണക്ക് പെട്രോളിന് കൊടുക്കണം. മണ്ണെണ്ണ വില ഭയങ്കര വിലയാണ്. 120 രൂപയാണ് ഒരു ലിറ്ററിന്. മണ്ണെണ്ണ വില വർധനവും തിരിച്ചടി. വാൽപ്പാറ വാഹനാപകടത്തിൽ പരിക്കേറ്റ 4 പേർ ചികിത്സയിൽ തുടരുന്നു. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 3 പേരുടെ നില ഗുരുതരം. പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് മാറ്റിയ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം. അപ്രതീക്ഷിത ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാതെ ഉറ്റവർ. ഏകാധിപതി പരാമർശം ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ടല്ലെന്ന് ലിയോ 14 മാർപ്പാപ്പ. തന്റെ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. ട്രംപുമായി വാഗ്വാദത്തിന് ശ്രമിച്ചതല്ല, യുദ്ധമല്ല, സമാധാനമാണ് വേണ്ടതെന്നും ലിയോ 14. യുക്രൈനിലെ സൂപ്പർ മാർക്കറ്റിലുണ്ടായ വെടിവയ്പിൽ 6 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേരെ ബന്ദിയാക്കിയ അക്രമിയെ സുരക്ഷാസേന വെടിവെച്ച് കൊന്നു. പ്രതി റഷ്യൻ പൗരനെന്ന് സൂചന. അപലപിച്ച് വ്ളാദിമിർ സെലൻസ്കി. IPL ആദ്യ ജയം തേടി കൊൽക്കത്ത. ഇന്ന് രാജസ്ഥാനെതിരെ മത്സരം വൈകിട്ട് 3:30 ഈഡൻ ഗാർഡൻസിൽ. പഞ്ചാബിന് ഇന്ന് ലക്നൗ എതിരാളികൾ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ബഹിഷ്കരിക്കുന്ന ആരാധക നിലപാടിനെതിരെ മുൻ താരം CK വിനീത്. ആരാധകർ പ്രതിഷേധം അറിയിക്കേണ്ടത് ഗാലറിയിൽ ബാനർ ഉയർത്തിയാകണമെന്ന് വിനീത്. കളി കാണാൻ വരാതിരിക്കുന്നത് ശരിയായ നിലപാടല്ല. ബഹിഷ്കരിച്ച കാണികൾ പോലും വിചാരിക്കുന്നത് ജയിക്കണമെന്നല്ലേ. ജയിക്കണമെന്നുള്ളത് തന്നെയാണ്. മുന്നേറ്റ മാച്ചുകളെ അപേക്ഷിച്ചിട്ട് ഇപ്പോഴുള്ള 4-5 മാച്ചുകൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആഷ്ലി വന്നതിന് ശേഷം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് മെല്ലെ മെല്ലെ ആകുമ്പോഴേക്കും നമുക്ക് ടേബിളിൽ മുന്നോട്ടേക്ക് വരാൻ പറ്റുമെന്നുള്ളത്. പുതിയ പരിശീലകന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് മെച്ചപ്പെട്ടെന്നും CK വിനീത്.